വീണ്ടും ചെത്തനാപ്പി. നീ പോടാ. കൊട്ടാരത്തിൽ ചീഫോ പണിയെടുക്ക. എപ്പോ വന്നടാവേ? ഇന്ന് കാലത്ത്. ആ നീ ഇപ്പോ സൗദിയിലാ? എന്നാ തിരിച്ചു പോന്നേ? വന്നിറങ്ങി 4 മണിക്കൂറായിട്ടും ആരും ഇതെന്നാ ചോദിക്കാത്തേന്ന് വിചാരിക്കുമായിരുന്നു. ഇവൻ ഏതാ? മാവനയിലെ ഇളയ സന്താനമാണേ. എടുക്കടാ. എങ്ങനെയുണ്ട് അച്ചായ വണ്ടിപ്പണിയൊക്കെ? ആ നന്നായിട്ട് പോകുന്നു. അച്ചായ എൻ്റെ വണ്ടി ഒന്ന് വീട്ടിൽ വന്ന് നോക്കണം, അത് സ്റ്റാർട്ടാവുന്നില്ല. എപ്പോഴും ഉപയോഗിക്കാത്തോണ്ടാ. അതുപോലെ നിന്റെ ഭാര്യ എപ്പോഴും ഇങ്ങോട്ട് കാണാറില്ല, ഇങ്ങോട്ടൊന്നും വരാറില്ലേ? ഓ, അവളുടെ വീട്ടിലാന്നേ. അവള് വെൺമണി പഠിപ്പിക്കുമല്ലേ. ഓ, മനുഷ്യൻ ആകെ അവധിക്ക് വരുന്നത് 3 വർഷം കൂടുമ്പോ 3 മാസത്തേക്കാ, അതും സൗദിന്ന്. എന്റെ എനിക്കറിയാം. ഞാനേ ചെത്തനാപ്പി ഒന്ന് കണ്ടേച്ചു വരാം. ബ്രാക്കറ്റിൽ കർണൻ. അതാരാ? ബ്രാക്കറ്റിൽ കർണൻ പരിഹസിച്ചു ചിരിച്ചു. എത്ര? എത്ര എഴുതി? 3 എഴുതിക്കൂ. ദൃഷ്ടദ്യുമ്നൻ ദേഷിച്ചു ഗർജിച്ചു. അക്ഷരം ശരിക്കും എഴുതണം കേട്ടോ. ഇത് കുഴഞ്ഞല്ലോ. ആ കഥ മാത്രമേ വേണ്ട. ഇവിടെ പണിയൊന്നും ഇല്ലയോ? എടാ ഞാൻ കോംപ്ലിക്കേറ്റഡ് വർക്കേ പിടിക്കാറുള്ളൂ. ഓ, പിന്നെ സൗദിയിലൊക്കെ ഓ അവിടെ വലിയ മെച്ചമൊന്നുമില്ല. ഇനി ഞാൻ ചിലപ്പോഴേ തിരിച്ചു പോകുന്നുള്ളൂ. എടാ ഇടയ്ക്ക് നിനക്ക് വിളിച്ചൊരു വേദന തോന്നാറുണ്ടോ? ആ ഉണ്ട് ചായ. അതെ, തിന്നുന്നതെല്ലും തിടേ കയറുന്നതാ. നാട്ടിലൊക്കെ തെറ്റിത്തിരിച്ച് നടക്കുമ്പോൾ അതൊക്കെ മാറിക്കോളും. എടാ നീ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലടാ? ചെത്തനാപ്പി വാ, ഒരു കോളുണ്ട്. എടാ വല്ല കോംപ്ലിക്കേറ്റഡ് വർക്കോ വല്ല വന്നാൽ ഞാൻ വന്നിട്ട് ചെയ്തോളാം കേട്ടോ. ഇതാണ് സണ്ണിച്ചായ, എബ്രഹാം. ഞാൻ സണ്ണി, വെൺമണി സണ്ണി. എക്സൈസിലായിരുന്നു. ആന്റണി ചാരായി നിരോധിച്ചപ്പോ ആ പണിയങ്ങ് നിർത്തി. മെച്ചില്ല. സർക്കാരിനെ നക്കാപ്പിച്ച കാശിനെ എന്റെ പട്ടി പണിയെടുക്കും. എന്താ സാറ് എന്നെ തപ്പി ഇറങ്ങിയത്? വല്ല കോംപ്ലിക്കേറ്റഡ് വണ്ടി വല്ലതും പണിയാനുണ്ടോ? അതോ ഇനി വല്ല നാടകത്തിന്റെ നാടകത്തിന്റെ കാര്യമൊന്നുമില്ല ചെത്തനാപ്പി. ഏതായാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇതിരിക്കട്ടെ. ചെത്തനാപ്പിനെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. അതൊക്കെ ഞാൻ പതിയെ പറയാം. ഇപ്പൊ ഇത്തിരി തിരക്കുണ്ട്. സ്റ്റീഫോ തെറിക്കട്ടെ. ശരി ചെത്തനാപ്പി. അച്ചായ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വന്നേക്കാം. ഓ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ചെത്തനാപ്പി, ഞാൻ വെൺമണി എന്നല്ലേ പെണ്ണ് കിട്ടിയിരിക്കുന്നേ. എന്നാലും എന്നെ കൊണ്ടായ എന്താ കാര്യം? ഞാനും വരട്ടെ നിന്റെ കൂടെ. പാടില്ല പാടില്ല ശകുന്തളേ, നീ നിന്നെ മറന്നൊന്നും ചെയ്യല്ലേ. സിസിലി കൊച്ചേ, മോളെ ഇനി വന്ന്. നിനക്ക് എന്റെ വക ഒരു സമ്മാനം. നോക്കമ്മേ, എനിക്ക് പുതിയ ആടിനെ കിട്ടി. അമ്മേ, അപ്പാ, അപ്പാ, ദേ ഇങ്ങോട്ട് വന്നേ.
കേറിയിരിക്കാൻ പറ, ഞാൻ കാപ്പി അനത്താം. ഈ ഊണ് കഴിക്കുന്ന നേരത്താ? ഓ, വീട്ടിൽ കയറി വന്നതല്ലേ. ശ്ശോ. അത് പിന്നെ അവള് ചായ തിളപ്പിക്കാൻ പോയിരിക്കുക, അത് കുടിച്ചിട്ട് പോവാം. ചായ കുടിച്ചിട്ട് പോവാം. നമ്മുടെ അപ്പം പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. മഴ തോർന്നതാണോന്ന് ഞാൻ നോക്കിയതാ. പിന്നെ അവിടെ പോയിട്ട് ഇപ്പൊ എന്തോ ഇത്ര തിടുക്കാണ്. ഈ ചെത്തനാപ്പേ ആളൊരു പാവമാ. ഞാൻ അത്രയ്ക്ക് പാവമൊന്നുമല്ല. എന്നാൽ അനുജനെ വെച്ച് നോക്കുമ്പോ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തോ പുതിയ പരിപാടി എന്തോ തുടങ്ങിയെന്ന് കേട്ടല്ലോ. ഈ 5ഉം 10ഉം വെച്ച് കളിച്ചാലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാര്യം ഞാൻ വലിയ ഉപകാരം. എടാ പോയി കുട തപ്പിയച്ചു പാടാ. ഞാനോ? പോടാ. ഈ പോയ ക്ലാപ്പൻ ചേമഞ്ചേരിയുടെ പുറത്ത് ആരെങ്കിലും കാശ് വെച്ചായിരുന്നോ? ഇല്ല. ഇല്ലല്ലോ. ഇനി അടുത്ത കളിയിൽ അവൻ ജയിച്ചാൽ നീ വിരിച്ച 80 നിന്റെ കയ്യിൽ ഇരിക്കത്തില്ലയോ? ഇരിക്കൂ. ഓരോ കളിക്ക് മുമ്പും ഞാൻ പറഞ്ഞു തരാം ആര് ജയിക്കുമെന്ന്. കിട്ടുന്നത് പാതി എനിക്ക്. എന്തൊരു കുനുട്ടു ബുദ്ധിയായി ചെത്തനാപ്പിക്ക്. ഞാനൊക്കെ പൂജപ്പുര ജയിലിൽ പോയി കിടക്കാത്തത് എന്താണെന്നറിയാവോ? എന്താ? ഒരവസരം കിട്ടാഞ്ഞിട്ടാ. ഷാപ്പിലെ കള്ളുടിയന്മാർ 5 10 കളിച്ച നിങ്ങൾക്ക് എന്തോ കിട്ടണേ ചെത്തനാപ്പി? അതിവിടെ അറിഞ്ഞു. ഞാനൊരു തമാശക്ക്. ചെത്തനാപ്പി, ഞങ്ങളിവിടെ വലിയ കളി കളിക്കുന്നു. ദാണ്ടെ ഈ ഇരിക്കുന്ന സാറുണ്ടല്ലോ, ഇക്കഴിഞ്ഞ സീസണിൽ എത്ര രൂപയുടെ ഗ്രാമ്പ് വിറ്റതെന്ന് അറിയാമോ? അത്രയൊന്നുമില്ല. ഒരു 40 രൂപ കിട്ടി. പിന്നെ മഴ കയറി മൂത്താർന്നേ. 40 എന്ന് പറഞ്ഞാൽ ചെത്തനാപ്പി ലക്ഷം. ഏലപ്പാറ വന്ന് ഗ്രാമ്പൂ വർക്കിന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. ഇത് നെടിയകാല ഉദയൻ. ഈ ഗോൾഡില്ലേ, ഗോൾഡ്, അതിന് ബിസിനസ്സാ. പണം കയ്യിൽ വരുമ്പോവും അത് കയ്യിൽ വന്നാൽ എടുത്ത് ആർമാദിച്ചോളണം. അതാ ഞങ്ങളുടെ ഒരു ലൈൻ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ പിള്ളേർ റേസ് മത്സരം ഇടക്കിടവും നടത്തണം. ഞങ്ങൾ ഇവിടെ നിന്ന് പന്തയം വെച്ച് കളിച്ചോളാം. കഴിഞ്ഞ സീസണിലെ നായിപ്പോര് കോഴിപ്പോര് ബൈക്ക് റേസ് എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട് മൊത്തം ഒന്ന് കറങ്ങിയപ്പോഴേ കയ്യിൽ നിന്ന് പോയത് എത്രയാണെന്നറിയോ? 5 ലക്ഷം. 5 ലക്ഷം. 5 ലക്ഷം? പിന്നെ പണമൊക്കെ എന്തിനാ ചെത്തനാപ്പി? അപ്പനുണ്ടാക്കിയിട്ട് മണ്ണയെന്നേ ഒരു നുള്ളു പോലും ഞാൻ വിറ്റിട്ടില്ല. പിള്ളേർക്ക് ആർമാദിക്കാൻ പണം വേണമെങ്കിലേ ഉണ്ടാക്കിക്കൊള്ളാം മണ്ണീന്ന്. റേസ് നടത്താം, അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? സ്റ്റീഫോ, എന്തോ കാഞ്ഞ വിത്താണല്ലോ. ചെത്തനാപ്പി, താൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് പിള്ളേരിറക്കി വിടുന്ന ഓരോ റേസിനും ഞാൻ 2000 രൂപ തരും. പെൻഷൻ എത്ര ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ നാളെ തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ റേസ്. നാളെ? വാഴയപ്പടി പുതിയ റോഡിലൂടെ. അവിടെ തീരണം റേസ്. പിന്നെ ഇത്തവണ പിള്ളേര് വേണ്ട. പിന്നെ നിങ്ങൾ കാരണന്മാര് തമ്മിലൊന്ന് മുട്ട്. ഞാൻ നോക്കട്ടെ. സണ്ണി സാറേ,
സാർ ഈ പറയുന്ന പോലെ റേസ് വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരു റേസ് നടത്താനുള്ള പാങ്ങ് ചെത്തനാപ്പിക്കുണ്ടോ എന്ന് അറിയണമല്ലോ. നോക്കിയേ സൂക്ഷിച്ച്. അയ്യോ എടാ അവിടുത്തെ അഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോടാ? എടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി തിരക്കായി പോയടാ. ഹലോ ഓക്കെ അല്ലടാ? സിനിമയിൽ കയറുന്നതിന് മുമ്പ് നിന്റെ പൂങ്കുന്നുള്ള പേര് മാറ്റണം. അതിനൊരു ഗുമ്മില്ലെന്ന്. അതിന് പേരൊക്കെ ഞാൻ മാറ്റി. എന്താ? മൃദുലസ് നായർ. അതിനെപ്പോഴാണ് നീ നായരായ? സിനിമയില് അഭിനയിക്കാൻ. എടാ നീ ജൂലിയറ്റ് അണ്ടേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതാരാ? സീത പറഞ്ഞ തോന്നി. നീ അവരെ മനസ്സിൽ ധ്യാനിച്ചങ്ങ് തുടങ്ങിക്കോടാ. ദേടാ വണ്ടി വന്നു. നീ എന്നെ അടിക്കോ ഇല്ലയോ? എടാ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഞാനിവിടെ ഇല്ലാത്ത നേരത്ത് എന്റെ പേർക്ക് വന്ന 500 രൂപയുടെ മണി ഓർഡർ എവനാ ഒപ്പിട്ടെടുത്തത്? പിള്ളേരെ ആളിന്റെ കയ്യിലല്ലാതെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പോസ്റ്റ്മാൻ പൈസ കൊടുക്കുവോ? ആലോചിച്ചു നോക്ക്. നീ അവിടെ നിന്ന് വാച പഠിക്കാതെ എന്റെ കാശടാ. ഞാൻ അടിയാ തരാം. നിങ്ങൾ പറയുന്നേട്ടാ നിങ്ങൾ ഏൽപ്പിച്ചത് പോലെയാണല്ലോ. നിങ്ങൾ ആടിനെയും കോഴിനെയും പോഷിക്കുന്നത് പോലെയൊന്നുമല്ല. ഈ മനുഷ്യൻ വേറൊരുത്തന്റെ 5 പൈസ തോർത്തില്ല. അതെ പൊക്കോടെ ഇവിടുന്ന്. ചെത്തനാപ്പി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബൈക്ക് റേസ് വെച്ച് തീർക്കാമെന്ന് ചെത്തനാപ്പി വാക്ക് പറഞ്ഞതാ. അത് തന്നെ രാവിലെ പണിയെടുത്തോണ്ടിരിക്കുമ്പോളാ. എന്റെ ടീമിൽ ഇന്ന് പൂങ്കുന്നുമില്ല. അതുകൊണ്ട് പിള്ളേര് വേണ്ട. ചുണയുണ്ടെങ്കിൽ നീ വാടാ, നമുക്ക് നേർക്കൊന്ന് മുട്ടാം. എന്തോ ഒരു പുതുമ. പിള്ളേര് വണ്ടി ഓടിച്ചോളൂ. നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് പറയടാവേ. ഇരുട്ടത്തൊളിച്ചേരുന്ന് തലക്കിട്ടടിക്കാൻ ഏത് നിക്കറി പഠിക്കുന്നവനും പറ്റും. നീ പോയി വണ്ടി എടുത്തോട്ട് പോടാ. എന്തോടാ എല്ലാവരോടാ ചിരിക്കുന്നത്? പോയി വണ്ടി എടുത്തോട്ട് പോടാ. അത്രയും കലപ്പിക്കണ്ട. നിർത്തടാ അവിടെ. സ്റ്റാർട്ടാക്ക്. എടാ പൊളിക്കരുത്. അടിക്കടാ. റേസ് കണ്ട വണ്ടിയാ. ചിന്തക്കാരുടെ ഒരു നാടകം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നീ ഓടിച്ചോ. പേടിച്ചു തൂറി. നിന്നോട് മത്സരിക്കാൻ ഞാൻ വേണ്ട, എന്റെ മോള് മതി. ആ മോളെ. ഓ എടാ ഇന്ന് വല്ലതും നടക്കുവോ? അവന്റെ ഒടുക്കത്തെ വണ്ടി ഓടിപ്പ്. വാ വാ. ആ വാഴപ്പടി പുത്തൻ വഴി കൂടെ പോട്ടെ. ഓ അക്കളവനെ അടിച്ചു. വണ്ടി വിടടാ. റെഡി റെഡി. ആ സീതയുടെ വണ്ടിയാ, കുഴപ്പമില്ലല്ലേ? ഓ നമ്മുടെ ഒച്ചില്ലയോ അവള്? എന്തോ കുഴപ്പം വരാനാ? നീ പണിയെടുക്കും. പൂങ്കുന്നൻ ചേട്ടൻ പോയിട്ട് കത്ത് വല്ലതും ഉണ്ടോ? ഷൂട്ട് തുടങ്ങി. ഇപ്പൊ തിരക്കില്ലല്ലേ?